ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. 2026 ലോഗോസിന്റെ പഠനം സാമീഡിയ ലോഗോസ് എന്ന ചാനലിലൂടെ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അടുത്തൊരു വീഡിയോ കൂടിയാകുമ്പോൾ 2026 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളും നാം പഠിച്ചു കഴിയുകയാണ്. ഇത് ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം, ഗലാത്യ അധ്യായം 5-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 26 വാക്യങ്ങൾ. 2, ഗലാത്യ 5-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് ക്രിസ്തീയ സ്വാതന്ത്ര്യം. 3, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതാര്? ക്രിസ്തു. 4, ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് എവിടേക്ക്? സ്വാതന്ത്ര്യത്തിലേക്ക്. 5, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. എന്തുകൊണ്ട്? സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചതുകൊണ്ട്. 6, എന്തിന് നിങ്ങൾ ഇനിയും വിധേയരാകരുത് എന്നാണ് പൗലോസ് പറയുന്നത്? അടിമത്തത്തിന്റെ നുകത്തിന്. 7, അടിമത്തത്തിന്റെ നുകത്തിന് നിങ്ങൾ ഇനിയും എന്ത് ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത്? വിധേയരാകരുത്. 8, പൗലോസായ ഞാൻ എന്ന മുഖവുരയോടുകൂടി പൗലോസ് ഗലാത്യക്കാരോട് പറയുന്നത് എന്ത്? നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. 9, ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല എന്ന് പൗലോസ് പറയുന്ന സാഹചര്യം എന്ത്? നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ. 10, പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും പൗലോസ് വീണ്ടും ഉറപ്പിച്ചു പറയുന്നത് എന്ത്? അവൻ നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ്. 11, നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവൻ ആര്? പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും. 12, പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും എന്തിന് കടപ്പെട്ടിരിക്കുന്നു? നിയമം മുഴുവൻ പാലിക്കാൻ. 13, ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത് എപ്പോൾ? നിയമത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ. 14, നിയമത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ആരോടുള്ള ബന്ധമാണ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്? ക്രിസ്തുവിനോടുള്ള. 15, നിയമത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം എന്തു ചെയ്യപ്പെട്ടിരിക്കുന്നു? വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. 16, നിയമത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൂടാതെ എന്തുകൂടെ സംഭവിക്കും എന്നാണ് പൗലോസ് പറയുന്നത്? കൃപാവരത്തിൽ നിന്നും നിങ്ങൾ വീണുപോകുകയും ചെയ്തിരിക്കുന്നു. 17, കൃപാവരത്തിൽ നിന്നും നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നത് എപ്പോൾ? നിയമത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ. 18, ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി എന്തു ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? നീതി. 19, ഞങ്ങളാകട്ടെ ആരിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. 20, ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ എന്തുവഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? വിശ്വാസം വഴി. 21, ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിന് കാരണമെന്ത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമില്ല. 22, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കാര്യമല്ലാത്തത് എന്തെല്ലാം? പരിച്ഛേദനമോ അപരിച്ഛേദനമോ? പ്രിയമുള്ളവരെ, ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഒരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ 4500ഓളം ചോദ്യങ്ങൾ വരുന്ന 336 പേജുകളുള്ള വളരെ സമഗ്രമായി ലോഗോസ് പഠനത്തിന് തയ്യാറെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. അത് വാങ്ങുന്നവർക്കെല്ലാം 100 മാർക്കിന്റെ 2 മോഡൽ ക്വസ്റ്റ്യൻസും അത് എഴുതുന്നതിന് OMR ഷീറ്റിന്റെ പ്രിന്റ് ഔട്ടും നമ്മൾ പുസ്തകത്തോടൊപ്പം തന്നെ അയച്ചു തരുന്നുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 23, ആരിൽ വിശ്വസിക്കുന്നവർക്കാണ് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ലാത്തത്? യേശുക്രിസ്തുവിൽ. 24, എങ്ങനെയുള്ള വിശ്വാസമാണ് സുപ്രധാനം? സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ.
25 എന്ത് അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. സത്യത്തെ. 26 നിങ്ങൾ നന്നായി എന്തു ചെയ്യുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 27 ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും ആരിൽ നിന്നല്ല എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല. 28 നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല എന്തുണ്ടായത് എന്നാണ് പൗലോസ് പറയുന്നത്. ഈ പ്രേരണ. 29 മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് എന്ത്? അല്പം പുളിപ്പ്. 30 അല്പം പുളിപ്പ് എന്തു ചെയ്യുന്നു? മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. 31 എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് എന്ന് പൗലോസ് പറയുന്നത് എന്തിനെ പറ്റി? എന്റെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന്. 32 എന്റെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് ആരിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവിൽ. 33 എന്റെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് എന്തുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ഉത്തമ വിശ്വാസം. 34 നിങ്ങളിൽ എന്തുണ്ടാക്കുന്നവൻ ആരു തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും. അസ്വസ്ഥത. 35 നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ ആരു തന്നെയായാലും അവന് എന്ത് ലഭിക്കും? ശിക്ഷ. 36 സഹോദരരെ ഞാനിനിയും എന്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. പരിച്ഛേദനത്തിന്. 37 സഹോദരരെ ഞാൻ ഇനിയും പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പോഴും എന്തു ചെയ്യപ്പെടുന്നത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. പീഡിപ്പിക്കപ്പെടുന്നത്. 38 അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിന്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല. എങ്ങനെ? പരിച്ഛേദനത്തിന് അനുകൂലമായി. 39 അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ എന്തിന്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല? കുരിശിന്റെ. 40 അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിന്റെ പേരിലുള്ള എന്തുണ്ടാകുമായിരുന്നില്ല? ഇടർച്ച. 41 നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവൻ പൂർണ്ണമായും എന്തു ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അംഗവിച്ഛേദനം. 42 നിങ്ങളെ എന്തു ചെയ്യുന്നവർ പൂർണ്ണമായും അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അസ്വസ്ഥരാക്കുന്നവർ. 43 നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവർ എങ്ങനെ അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പൂർണ്ണമായും. 44 ഗലാത്യ 5:13 സംബോധന എന്ത്? സഹോദരരെ. 45 സഹോദരരെ എന്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിലേക്ക്. 46 സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ എന്തു ചെയ്യപ്പെട്ടിരിക്കുന്നത്? വിളിക്കപ്പെട്ടിരിക്കുന്നത്. 47 സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. ഭൗതിക സുഖത്തിനുള്ള. 48 ഭൗതിക സുഖത്തിനുള്ള എന്തായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. സ്വാതന്ത്ര്യമായി. 49 എപ്രകാരമാണ് ദാസനെ പോലെ പരസ്പരം സേവിക്കേണ്ടത്? സ്നേഹത്തോടുകൂടെ. 50 സ്നേഹത്തോടുകൂടെ ആരെപ്പോലെ പരസ്പരം സേവിക്കുവിൻ എന്നാണ് പറയുന്നത്. ദാസരെ പോലെ. 51 സ്നേഹത്തോടുകൂടെ ദാസനെ പോലെ പരസ്പരം എന്തു ചെയ്യുവിൻ? സേവിക്കുവിൻ. 52 നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് എന്തിൽ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ. 53 നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നത് എന്ത്? നിയമം മുഴുവൻ. 54 നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് എന്ത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്. നശിപ്പിക്കാതിരിക്കാൻ. 55 നിങ്ങൾ എന്തെല്ലാം ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്. അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത്. 56 നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യുക എന്നാണ് പൗലോസ് പറയുന്നത്. ശ്രദ്ധിച്ചുകൊള്ളുവിൻ. 57 ഗലാത്യ 5-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട്.
ജഡത്തിന്റെ വ്യാപാരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും. 58 ഗലാത്യ 5:16 പ്രകാരം നിങ്ങളോട് ഞാൻ പറയുന്നു എന്ന മുഖവുരയോടുകൂടി പൗലോസ് പറയുന്നത് എന്ത്? ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. 59 എന്തിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? ആത്മാവിന്റെ. 60 ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് എന്ത് ചെയ്യുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? വ്യാപരിക്കുവിൻ. 61 ആത്മാവിന്റെ എന്തനുസരിച്ച് വ്യാപരിക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? പ്രേരണ. 62 ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് പൗലോസ് പറഞ്ഞത് എന്തിനെ കുറിച്ച്? ജഡമോഹങ്ങൾ. 63 ജഡമോഹങ്ങളെ എന്തു ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത്? ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. 64 ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്ത്? ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. 65 ജഡമോഹങ്ങൾ എന്തിനെതിരാണ്? ആത്മാവിന്. 66 ആത്മാവിന് എതിരായിരിക്കുന്നത് എന്ത്? ജഡമോഹങ്ങൾ. 67 ആത്മാവിന്റെ അഭിലാഷങ്ങൾ എന്തിനെതിരാണ്? ജഡത്തിന്. 68 ജഡത്തിന് എതിരാണെന്ന് പറയുന്നത് എന്ത്? ആത്മാവിന്റെ അഭിലാഷങ്ങൾ. 69 ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് എന്തെന്നാണ് പൗലോസ് പറയുന്നത്? ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ. 70 ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നത് എപ്പോൾ? ജഡമോഹങ്ങളും ആത്മാവിന്റെ അഭിലാഷങ്ങളും പരസ്പരം എതിർക്കുന്നത് നിമിത്തം. 71 നിങ്ങൾ നിയമത്തിനു കീഴല്ല, എപ്പോൾ? ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ. 72 ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിനു കീഴല്ല? നിയമത്തിന്. 73 ജഡത്തിന്റെ എന്ത് എല്ലാവർക്കും അറിയാം? വ്യാപാരങ്ങൾ. 74 എന്തിന്റെ വ്യാപാരങ്ങളാണ് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞിരിക്കുന്നത്? ജഡത്തിന്റെ. 75 ജഡത്തിന്റെ വ്യാപാരങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര? 15. 5-ാം അധ്യായം ഗലാത്യ 5-ാം അധ്യായം 19 മുതൽ 21 വരെ വാക്യങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യഭാഗവും ഓർത്തുവെക്കുക. 76 ജഡത്തിന്റെ വ്യാപാരങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? 1 വ്യഭിചാരം, 2 അശുദ്ധി, 3 ദുർവൃത്തി, 4 വിഗ്രഹാരാധന, 5 ആഭിചാരം, 6 ശത്രുത, 7 കലഹം, 8 അസൂയ, 9 കോപം, 10 മാത്സര്യം, 11 ഭിന്നത, 12 വിഭാഗീയ ചിന്ത, 13 വിദ്വേഷം, 14 മദ്യപാനം, 15 മദിരോത്സവം. ഇവയും ഇവയ്ക്ക് സദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. 15 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഗലാത്യ 5:19 മുതൽ 21 വരെ. ഈ 15 കാര്യങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെ പഠിക്കുക. 5-ാമത് പറയുന്നത്, 8-ാമത് പറയുന്നത്, അസൂയയ്ക്ക് മുമ്പ് പറയുന്നത്, കോപത്തിന് ശേഷം പറയുന്നത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. 77 ജഡത്തിന്റെ വ്യാപാരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഗലാത്യ 5:19 മുതൽ 22 വരെ. 78 ജഡത്തിന്റെ വ്യാപാരങ്ങളായി പറയപ്പെട്ടിരിക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ എന്ത് അവകാശമാക്കുകയില്ലെന്ന് മുമ്പ് പൗലോസ് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്? ദൈവരാജ്യം. 79 ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ പെടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് മുമ്പ് താക്കീത് നൽകിയത് ആര്? പൗലോസ്. 80 ഇത്തരം പ്രവൃത്തികളിൽ, അതായത് ജഡമോഹവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ എന്താണ് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്? താക്കീത്. 81 ആത്മാവിന്റെ ഫലങ്ങൾ എത്ര? 9 ഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഗലാത്യ 5-ാം അധ്യായം 22ഉം 23ഉം വാക്യങ്ങളിലാണ്. 82 ആത്മാവിന്റെ ഫലങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഗലാത്യ 5:22-23. ആത്മാവിന്റെ ഫലങ്ങളേവ? 1 സ്നേഹം, 2 ആനന്ദം, 3 സമാധാനം, 4 ക്ഷമ, 5 ദയ, 6 നന്മ, 7 വിശ്വസ്തത, 8 സൗമ്യത, 9 ആത്മസംയമനം. ഇതും ക്രമമായി തന്നെ പഠിക്കുക. 84 ആത്മാവിന്റെ ഫലങ്ങൾക്കെതിരായി എന്താണില്ലാത്തത്? ഒരു നിയമവുമില്ല.
85 എന്തിനെതിരായാണ് ഒരു നിയമവുമില്ലാത്തത്? ആത്മാവിന്റെ ഫലങ്ങൾക്ക്. 86 തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നതാര്? യേശുക്രിസ്തുവിനുള്ളവർ. 87 യേശുക്രിസ്തുവിനുള്ളവർ എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്? തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. 88 യേശുക്രിസ്തുവിനുള്ളവർ എന്തിനെയാണ് അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നത്? തങ്ങളുടെ ജഡത്തെ. 89 യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ എന്തു ചെയ്തിരിക്കുന്നു? ക്രൂശിച്ചിരിക്കുന്നു. 90 നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാൻ കഴിയുന്നതെപ്പോൾ? നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ. 91 നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ എവിടെ വ്യാപരിക്കാം? ആത്മാവിൽ. 92 നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും ആരുമാകാതിരിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. വ്യർത്ഥാഭിമാനികളും. 3 കാര്യങ്ങളാണ് പറയുന്നത്. പ്രകോപിപ്പിക്കുന്നവരാകരുത്, അസൂയപ്പെടുന്നവരാകരുത്, വ്യർത്ഥാഭിമാനികളാകരുത്. 93 നാം പരസ്പരം എങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് ഗലാത്യ 5:26 പറയുന്നത്. പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും. പ്രിയമുള്ളവരെ, ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ട്, പരീക്ഷയ്ക്ക് നമുക്കത് എഴുതാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. 25 മാർക്കിന്റെയും 50 മാർക്കിന്റെയും 100 മാർക്കിന്റെയും ആയിട്ട് 140 മോക്ക് ടെസ്റ്റുകൾ ആകെ നടത്തുന്നുണ്ട്. അതിൽ 40ഓളം മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. ഇനി 100 കൂടിയുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 35 അധ്യായങ്ങളുടെയും ഒരു അധ്യായത്തിന് ഒരു മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിലുള്ള ഒരു റൗണ്ട് കഴിയും. 100 മാർക്കിന്റെയും ഏകദേശം 6ഓളം മോക്ക് ടെസ്റ്റുകൾ ഈ ദിവസങ്ങളിൽ കഴിയും. അതേ തുടർന്ന് വീണ്ടും 100 മോക്ക് ടെസ്റ്റുകൾ കൂടിയുണ്ട്. അത് ഇതിന്റെ എല്ലാം റിവിഷൻ ആയിരിക്കും. ഇനി രജിസ്റ്റർ ചെയ്യുന്നവർക്കും പഴയ ലിങ്കുകളെല്ലാം അയച്ചു തരും. തുടർന്ന് വരുന്ന എല്ലാ പരീക്ഷകളിലും കൃത്യമായി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. വചനം പഠിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതിന് മോക്ക് ടെസ്റ്റുകൾ നമ്മെ വളരെ കൃത്യമായി സഹായിക്കും. താല്പര്യമുള്ളവർ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം പഠനസഹായിയുടെ കാര്യം ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു. പഠനസഹായി ആവശ്യമുള്ളവർ എത്രയും വേഗം തന്നെ ഓർഡർ ചെയ്യുക. നമ്മൾ ആകെ 1500 കോപ്പികളാണ് പ്രിന്റ് ചെയ്തത്. അതിൽ 500ഓളം കോപ്പികൾ പ്രീ ബുക്കിംഗ് വന്നിരുന്നു. 500-നടുത്ത് കോപ്പികൾ പല ബുക്ക് സ്റ്റോളുകളിലായി നമ്മൾ വച്ചിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്നതിൽ ഇനി ഒരു 100-200 കോപ്പികളാണ് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഓർഡർ ചെയ്താൽ നമ്മൾ ഒരു 500 കോപ്പി കൂടി പ്രിന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. 250 രൂപയാണ് പുസ്തകത്തിന്റെ വില. ഒരു പുസ്തകം വാങ്ങുന്നയാൾ 300 രൂപയാണ് അടയ്ക്കേണ്ടത്, പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ. 5 പുസ്തകം ഒന്നിച്ചു വാങ്ങിയാൽ പോസ്റ്റൽ ചാർജ് ഉണ്ടാവില്ല. 10 പുസ്തകം വാങ്ങുകയാണെങ്കിൽ 225 രൂപയേ ഉള്ളൂ. കൂടുതൽ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി വില അഡ്ജസ്റ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. ഓഡിയോ ബൈബിൾ റൂത്തിന്റെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. രാവിലെ ജോലിയൊക്കെ ചെയ്യാൻ എണീക്കുന്ന അമ്മമാര് അപ്പോൾ തന്നെ ഓഡിയോ ബൈബിൾ ഓപ്പൺ ചെയ്ത് വെച്ച് കേൾക്കുകയാണെങ്കിൽ, നമ്മൾ വാക്യഭാഗം ഉൾപ്പെടെയാണ് പറയുന്നത്, കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്കിപ്പോൾ പഠിക്കാനുള്ള 1091 വാക്യങ്ങളും സെപ്റ്റംബർ 27-ന് പരീക്ഷയ്ക്ക് മുൻപ് മനഃപ്പാഠമാക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. എല്ലാ ദിവസവും കേൾക്കണം. 1 മണിക്കൂർ സമയമെങ്കിലും ബൈബിൾ കേൾക്കാനും വായിക്കാനും നിങ്ങൾ എല്ലാ ദിവസവും ചെലവഴിക്കണം. ബൈബിൾ പഠിക്കുക, അതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നേടുക എന്നതാണ് ലോഗോസ് ക്യൂസ് എന്ന ഒരു മത്സരം സംഘടിപ്പിക്കുന്നതിലൂടെ സഭ ഉദ്ദേശിക്കുന്നത്. ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് അതിലൂടെ ലഭിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ വൈഫിന്റെ സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു. ധാരാളം പേരാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് ധാരാളം പേര് മെസ്സേജ് അയക്കുകയും വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയൊരു ധൈര്യമാണ്, വലിയൊരു ശക്തിയാണ് അതിലൂടെ ലഭിക്കുന്നത്. വൈഫിനും ഏതാനും പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സർജറിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പലരും വൈഫിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വൈഫിനും നൽകുന്നത് വലിയൊരു ആശ്വാസമാണ്. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒരു ധൈര്യമാണത്. പ്രാർത്ഥിച്ചവർക്കും എല്ലാവിധമായ സപ്പോർട്ട് നൽകിയവർക്കുമൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ആളിപ്പോ ഓക്കെയാണ്, വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 4-5 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വിടും എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്നും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.